ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഭാരതസഭ ഇന്ന് നീതി ഞായർ ജസ്റ്റിസ് സൺഡേയായി ആചരിക്കുന്നതിനാൽ സുവിശേഷ വായനയ്ക്കു ശേഷം സർക്കുലർ വായിക്കുവാനുള്ളതിനാൽ ആമുഖ പ്രസംഗം ഇത്തിരി നീട്ടി പറയാം. നിങ്ങൾ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം നമുക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു വചനമാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റുകൾ മുഴുവനും തെറ്റിച്ച് കളയുന്ന ഒരു വചനമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. പഴയ നിയമത്തിലുടനീളവും പുതിയ നിയമത്തിലൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് നാം കേട്ടിരിക്കുന്നത് അവൻ സമാധാനത്തിൻ്റെ രാജാവ് എന്നാണ്. എന്നാൽ ഇന്നത്തെ തിരുവചനത്തിൽ ക്രിസ്തു പറയുന്നത് നേരെ വിപരീതമായ ഒരു കാര്യമാണ്. ഞാൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? ക്രിസ്തു അല്ല, ഭിന്നത ഉളവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ 2 പേർ 3 പേർക്കെതിരായും 3 പേർ 2 പേർക്കെതിരായും ഭിന്നിക്കും. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു അസ്വസ്ഥത വരുന്നുണ്ട്. പിന്നെയും പറയുക, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീ ഇടാനാണ്, അത് ഇതിനകം കത്തിപ്പടർന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കേൾക്കുന്ന വചനങ്ങൾ അത് ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നതാണോ അല്ലെങ്കിൽ വരുമോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും. കാരണം നമ്മളിങ്ങനെ ഒരു ഫ്രെയിമിൽ ഓരോരുത്തരെയും വെക്കാറുണ്ട്. അവൻ്റെ വായിൽ നിന്ന് ഇതേ വരാൻ പാടുള്ളൂ, അതിനപ്പുറത്ത് വന്നാൽ അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ അൽത്താരയിൽ നിന്ന് തന്നെ നമ്മൾ ചില വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കലിപ്പ. പക്ഷെ ചില കാര്യങ്ങളൊക്കെ അൽത്താരയിൽ നിന്നും പറയേണ്ടി വരും എന്ന് ഈ ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മെ ഉത്ബോധിപ്പിക്കുക, പ്രേരിപ്പിക്കുക. കാരണം എന്താ? ഈ പറയുന്ന ഭിന്നത എന്തിൻ്റെ പേരിലാണ് ഉണ്ടാകുന്നത്? ഈ ലോകത്തിൻ്റെ രീതി എന്ന് പറയുന്നത് കോംപ്രമൈസാണ്. എന്ന് വെച്ചാൽ അവർക്കും ബുദ്ധിമുട്ടാകേണ്ട, ഇവർക്കും ബുദ്ധിമുട്ടാകേണ്ട, അതുകൊണ്ട് അങ്ങനെ പതുക്കെ അവിടെ ഇവിടെ മുട്ടാത്ത രീതിയിൽ അങ്ങനെ പോകാം എന്ന് ചിന്തിക്കുന്നതാണ് ലോകത്തിൻ്റെ രീതി. അതിലൂടെ ഉണ്ടാകുന്ന സമാധാനം അത് സാത്താൻ നൽകുന്ന, ചെകുത്താൻ നൽകുന്ന സമാധാനമാണ്. സമാധാനം എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ഭിന്നതയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഒരു ഉദാഹരണം പറയാം. വീട്ടിലെ മകൻ വലിയ പ്രശ്നക്കാരനാണ്. അവനോട് ഒന്ന് ഉപദേശിച്ചാൽ, അവനൊരു ശിക്ഷണം കൊടുത്താൽ അവൻ കലഹിക്കും, പ്രശ്നമുണ്ടാക്കും, ഒച്ചയുണ്ടാക്കും, വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങിപ്പോകും എന്ന് കരുതി അപ്പനും അമ്മയും അവനെ ശാസിക്കാതെ മിണ്ടാതെ ഇരുന്നാൽ സ്വസ്ഥതയാണ് വീട്ടിൽ. പക്ഷെ ഈ സമാധാനം ചെകുത്താൻ നൽകണ സമാധാനം. എന്നാൽ അവനെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാനും അടിക്കേണ്ട സമയത്ത് അടിക്കാനും, പണ്ടൊക്കെ കാർന്നന്മാർ പറയും ഒന്നുള്ളെങ്കിലും ഒലക്ക കൊണ്ട് അടിക്കേണ്ട സമയത്ത് അടിച്ചിരിക്കണം. ഈ പറയുന്ന ശിക്ഷണം അതാണ് ഈ ഭിന്നതയ്ക്കുള്ള കാരണം എന്ന് ക്രിസ്തു പറയുക. നമ്മുടെയൊക്കെ നിലപാടുകൾ ഒരു കോംപ്രമൈസാണ്, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു ഇടവകയിൽ തന്നെ ഏതെങ്കിലും ഒരു വികാരി അച്ഛന് വളരെ സ്വസ്ഥമായിട്ട് പോകാം. അവരെന്തെങ്കിലും ചെയ്യട്ടെ, ഇവരെങ്കിലും ചെയ്യട്ടെ, അവർ കൈയിട്ട് വാരട്ടെ, ഇവരെടുത്തുകൊണ്ടും പോട്ടെ, മിണ്ടാതിരുന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, സമാധാനമാണ്. പക്ഷെ അത് ചെകുത്താൻ നൽകണ സമാധാനം. ദൈവം വാഗ്ദാനം ചെയ്ത സമാധാനം എന്ന് പറയുന്നത് നിലപാടുകൾ എടുക്കുക എന്നത് തന്നെയാണ്. ആ നിലപാടുകൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവമായ കർത്താവ് ഭൂമിയിലേക്ക് ഇടാൻ വന്ന തീ അത് ദൈവവചനമാണ്. അത് കത്തിപ്പടർന്നിരുന്നെങ്കിൽ എന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ?
ഇതുവരെയും ദൈവവചനം ഹൃദയത്തിൽ ഒരു കനലായിട്ട് നമ്മൾ ആരും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ കത്തിപ്പടരണത്? വചനം കേൾക്കുന്നു, പക്ഷേ അതനുസരിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല. കാരണം എന്താ? അത് പൊള്ളും, നോവും, പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് കനൽ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ കരിക്കട്ടയായിട്ട് തന്നെ അവിടെ ഇരുന്നു. അതാ കർത്താവിൻ്റെ സങ്കടം. ഞാൻ അഗ്നിയുമായിട്ട് വന്നിട്ടും ആ അഗ്നി കനലായിട്ട് കത്തിപ്പടരണില്ല. ജ്വലിച്ച് തിളങ്ങുന്ന തീക്കട്ടയെ സമീപിച്ച് കരിക്കട്ട പറയുന്നുണ്ട്, എനിക്ക് നിന്നെ പോലെ ജ്വലിക്കണം, തിളങ്ങണം. അപ്പോൾ തീക്കട്ട കരിക്കട്ടയോട് പറയും, അതിനെന്താ പ്രയാസം? നീ എന്നോട് ഒന്ന് ചേർന്നിരുന്നാൽ മതി, മുട്ടിയിരുന്നാൽ മതി, നീയും എന്നെ പോലെ ജ്വലിക്കാനും തിളങ്ങാനും തുടങ്ങും. അപ്പോൾ കരിക്കട്ട പറയണം, അത് പറ്റൂല, നിന്നെ തൊട്ടാൽ എനിക്ക് പൊള്ളും, എനിക്ക് നോവും, അതുകൊണ്ട് ഞാൻ മാറിയിരുന്നോളാം. ദൈവവചനമാകുന്ന ഈ തീക്കട്ട ജ്വലിക്കുന്നത് നമ്മളാകുന്ന കരിക്കട്ടയോട് ചേർന്നിരുന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഉള്ളിൽ ഫയർ ഉണ്ടാവുള്ളൂ, ജ്വലനം ഉണ്ടാവുള്ളൂ, അത് കത്തിപ്പടരുള്ളൂ. പക്ഷെ അതിന് നോവും, പൊള്ളും, വേദനിക്കും. ഇതെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നെന്നുള്ളതാ കർത്താവിൻ്റെ വലിയ സങ്കടം. അങ്ങനെ ഏതെങ്കിലും ഒരുവൻ നിലപാടെടുത്താൽ അവനെ എതിർക്കാൻ ഉണ്ടായിരിക്കും. അതാ കർത്താവ് പറയുന്നത്. നീ നിലപാടുകൾ എടുക്കുകയും ചങ്കൂറ്റത്തോടുകൂടെ ആ നിലപാടുകൾക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്താൽ എതിർക്കാനും വിമർശിക്കാനും പരിഹസിക്കുവാനും ഒറ്റപ്പെടുത്താനും കുറെ പേരുണ്ടാവും. കാരണം എന്താ? അവരുടെയൊക്കെ രീതി ജ്വലിക്കാൻ താല്പര്യമില്ല, ആ കോംപ്രമൈസ്, അങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ്. അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഭിന്നത, ഏതൊരുവൻ സത്യത്തിനു വേണ്ടി, നീതിക്കു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി നിലപാടെടുക്കുന്നുവോ അവർക്കെതിരെ അന്നും ഇന്നും എന്നും വിമർശനങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, ഇങ്ങനെ കൂട്ടായ്മയിലുള്ള ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നാമത്തെ വായന ജെറമിയ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ജനത്തിൻ്റെ മേലിങ്ങനെ വാരി വിതറുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ പ്രമാണികൾ തീരുമാനിക്കണം, എന്താ ഇനി ഇവനെ വെച്ചു പൊറിപ്പിച്ചാൽ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടിടുക. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ജെറമിയ പറയുന്ന എന്താ? എൻ്റെ അസ്ഥിയെ ഇങ്ങനെ ജ്വലിപ്പിക്കുന്ന വചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റണില്ല. ഇതാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭിന്നത ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അത് അച്ഛന്മാർക്ക് മാത്രമല്ല, നിങ്ങളും നിലപാടുകൾ എടുത്താൽ, അത് മക്കൾക്ക് വേണ്ടി ആകട്ടെ, കുടുംബത്തിന് വേണ്ടി ആകട്ടെ, എടുക്കേണ്ട നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കണം. അതിൻ്റെ പേരിൽ അയ്യോ കൊച്ചിനെന്ത് തോന്നുന്നു, അവൻ വീട് വിട്ടു പോകുമോ, അവന് ഞങ്ങളെ വിഷമിപ്പിക്കോ, ഇതൊന്നും ഓർത്ത് ഒരു കോംപ്രമൈസിൻ്റെ രീതി എടുക്കാൻ പോയാൽ അങ്ങനെ ഉണ്ടാകുന്ന സമാധാനം അത് ചെകുത്താൻ്റെ സമാധാനം. അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കുറെ കൂടി ആർജവത്തോടെ, തൻ്റെ ഇടത്തോടെ നീതിക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിലപാടെടുക്കാം. ജ്വലിച്ച് തിളങ്ങുന്ന തീക്കട്ടകളായി, ഫയറായി മാറാം.